ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പയറിയലാണേ. നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഉള്ളി പച്ചമുളകും ഇട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നല്ല കുനുകുന അരിഞ്ഞ വെല്ലുള്ളിയാണ്. അപ്പോൾ അതിലേക്ക് മുളക് ആഡ് ചെയ്തു. ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പയറിട്ട് കൊടുക്കാം. പയറിട്ട് കൊടുത്ത് പയറും ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവിക്കണം. ഈ നേരം കൊണ്ട് നമുക്ക് നാളികേരം വറുത്തെടുക്കാം. അപ്പോൾ നാളികേരം വറുക്കാനുള്ള നാളികേരമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇനിയിപ്പോൾ കളറൊന്ന് ബ്രൗൺ കളർ ആവട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, നല്ല മുളക് പൊടി ഞാനൊരു 1 ടീസ്പൂൺ ഫുള്ള് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അരച്ച് വയ്ക്കാം. നല്ല പോലെ അരയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ വാട്ടി വെച്ചിരിക്കുന്ന പയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് തിളയ്ക്കണം. അപ്പോൾ ഞാൻ ജാറ് കഴുകി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം. നല്ല കുറുകുറാ കറിയാക്കി എടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഇത് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള പുളിയാണത്. അപ്പോൾ ആ പുളി പിഴിഞ്ഞ് ആ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു. അപ്പോൾ കഷ്ണമൊക്കെ വെന്തതിന് ശേഷം പുളി ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ കഷ്ണമൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള വറവാണ്. കടുക് പൊട്ടിച്ചു, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ കറി അത്യാവശ്യം നന്നായിട്ട് കുറുകി എണ്ണ തെളിഞ്ഞ് വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാട്ടോ ഉണ്ടാവുക കറി. ഇത് ഇനി ഇരുന്നിട്ട് കുറുകിപ്പോവും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കറി ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ.